പ്ലംബിംഗ് ട്രേഡിലെ ഈ മൊഡ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബെഞ്ചിങ് പഠിക്കാൻ പോകുന്നു. കൂടാതെ ബേസ് പ്ലേറ്റിന്റെ ചാനലിംഗും ഇലക്ട്രിക് കട്ടിംഗ് ടൂളുകൾ ഉപയോഗിച്ച് ഒരു ഇഷ്ടിക വാൾ മുറിക്കലും പഠിക്കാൻ പോകുന്നു. ഈ പാഠത്തിന്റെ അവസാനത്തോടെ നിങ്ങൾ ഇംഗ്ലീഷ് ബോർഡ് ഉപയോഗിച്ച് 23 സെന്റിമീറ്റർ കട്ടിയുള്ള ഒരു കോർണർ മതിൽ ഇടുക. ഇൻസ്പെക്ഷൻ ചേംബറിനും മാൻ ഹോളിനുമുള്ള ബെഞ്ചും ചാനലും. ഒരു ചാനൽ ഉപയോഗിച്ച് ഒരു കവർ ശരിയാക്കി ചെരിവ് നൽകുക. പോർട്ടബിൾ ഹാൻഡ് ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ദ്വാരങ്ങൾ ഉണ്ടാക്കുക. പരന്നതും കൂർത്തതുമായ തണുത്ത ഉളികൾ ഉപയോഗിച്ച് ഒരു ഇഷ്ടിക മതിൽ മുറിക്കുക. ചേസുകളും ദ്വാരങ്ങളും ഫിൽ ചെയ്ത് പ്ലാസ്റ്റർ ചെയ്യുക. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നു ബേസ് പ്ലേറ്റ് ബെഞ്ചിലേക്ക് ചാനൽ ചെയ്യുക. ഇതിനാവശ്യമായ മെറ്റീരിയലുകളും ഉപകരണങ്ങളും: സ്പേഡ് 1, സ്പിരിറ്റ് ലെവൽ 1, ഹാമർ 1, ചിസൽ 1, മോർട്ടാർ പാൻ 1, മേസൺ ട്രാവൽ 1, ബ്രിക്സ് ആവശ്യത്തിന്, സാൻഡ് 5 ബോസ്, വാട്ടർ ആവശ്യത്തിന്, സിമന്റ് ആവശ്യത്തിന്, അഗ്രിഗേറ്റ് ആവശ്യത്തിന്, റിങ്സ് ആവശ്യത്തിന്. നമുക്കിപ്പോൾ ഇംഗ്ലീഷ് ബോണ്ട് ഉപയോഗിച്ച് 23 സെന്റിമീറ്റർ കട്ടിയുള്ള ഒരു കോർണർ വോൾ ഇടാം. ജോബിന്റെ സ്ഥാനം നിർണ്ണയിക്കാൻ ചോക്ക് ഉപയോഗിച്ച് ഒരു വരി അടയാളപ്പെടുത്തുക. ഉണങ്ങിയ ഇഷ്ടികകൾ ഉപയോഗിച്ച് മോഡൽ ജോബിന്റെ മൊത്തത്തിലുള്ള അളവുകൾ കൃത്യമായി അളവുപെടുത്തുകയും ഒരു ഇഷ്ടികയുടെ നീളവുമായി ഭിത്തിയുടെ കനം വിന്യസിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. മോഡൽ ജോബിന്റെ ഫ്രണ്ട് എലവേഷന്റെ ഒരറ്റത്ത് ആദ്യ കോഴ്സിന്റെ ആദ്യ സ്ട്രക്ചർ ഇടുക. ആദ്യത്തെ കോഴ്സിന്റെ കോർണർ ബ്രേക്ക് അടുത്തായി ക്യൂൻ കിടത്തുക. ഇഷ്ടിക പണിയുടെ മുൻഭാഗത്തെ പിൻഭാഗത്തിന്റെ ആദ്യ കോഴ്സിന്റെ വീതി പരിശോധിക്കുക. ജോബിന്റെ ഫ്രണ്ട് എലവേഷന്റെ എതിരറ്റത്ത് രണ്ടാമത്തെ സ്ട്രക്ചർ വയ്ക്കുക. ആദ്യത്തെ സ്ട്രക്ചറിൽ നിന്ന് ലെവൽ പരിശോധിക്കുക. സ്ട്രക്ചറുകളുടെ ആദ്യ കോഴ്സിന്റെ പിൻഭാഗത്തെ എലവേഷനായി ബെഡ് വയ്ക്കുക. ഒരു അധിക ഫെറോ രൂപപ്പെടുത്തുന്നതിന് ഫ്രണ്ട് എലവേഷൻ സ്ട്രക്ചറുകളിൽ ട്രാവൽ പോയിന്റ് വരയ്ക്കുക. വിന്യാസ നിരയും വീതിയും പരിശോധിക്കുക. ജോബിന്റെ ഒരറ്റം അടുത്ത് ഒരു ഹെഡർ ഉപയോഗിച്ച് നിർമ്മിക്കുക. രണ്ടാമത്തെ കോഴ്സിലും ജോബ് തുടരുന്നതിനനുസരിച്ച് ഗേറ്റ്, ലെവൽ, പ്ലം, വീതി എന്നിവ പരിശോധിച്ച് ലൈനും പിന്നുകളും ഉപയോഗിച്ച് ജോബിന്റെ മറ്റേ അറ്റത്ത് ആവർത്തിക്കുക. അടുത്ത സ്ട്രക്ചർ കോഴ്സ് ഇടുമ്പോൾ കോഴ്സിൽ ഇതിനകം വെച്ചിരിക്കുന്ന ഇഷ്ടികകൾക്കിടയിലുള്ള വിടവുകളിൽ നിന്ന് മോർട്ടാർ ബെഡ് വിട്ടു മാറിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഹെഡറുകൾ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ അവ ഭിത്തിയുടെ വീതിയിലുടനീളം നിലയിലാണെന്ന് ഉറപ്പാക്കുക. ഈ ജോലിക്ക് ആദ്യ കോഴ്സിൽ കൃത്യമായ സജ്ജീകരണങ്ങളും അറ്റങ്ങളുടെ ചതുരവും ആവശ്യമാണ്. ചുവരിന്റെ അറ്റം പരിശോധിക്കുക. ക്ലോസറുകൾ ശരിയായ വലിപ്പത്തിൽ മുറിച്ചിരിക്കണം. തലക്കെട്ടുകളും സ്ട്രക്ചറുകളുടെ പിൻഭാഗവും മതിലിന്റെ വീതിയിൽ തുല്യമായിരിക്കണം. താഴെയുള്ള സന്ധികളിലോ സ്ട്രക്ചറുകളിലോ തലക്കെട്ടുകൾ മധ്യമായിരിക്കണം. ക്രോസ് സന്ധികൾ ഏകീകൃത വീതിയായിരിക്കണം. ക്ലോസറുകൾ ഒഴികെ മുഴുവൻ ഇഷ്ടികകളും ഉപയോഗിക്കുക. പൂർത്തിയാക്കിയ ശേഷം കോർണർ ഭിത്തിയുടെ ഐസോമെട്രിക് കാഴ്ച പരിശോധിക്കുക. ഒരു ഫ്ലമിംഗ് ബോണ്ട് ഉപയോഗിച്ച് നമുക്ക് ലേഔട്ട് ചെയ്ത് ഒരു ഇഷ്ടിക കനം അല്ലെങ്കിൽ 23 സെന്റിമീറ്റർ മതിൽ നിർമ്മിക്കാം. ഈ വ്യായാമത്തിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇവയെല്ലാം ചെയ്യാൻ കഴിയും. ഹെഡറുകളും സ്ട്രക്ചറുകളും ഉപയോഗിച്ച് മാറി മാറി ഇഷ്ടികകൾ ഇടുക. ഇഷ്ടിക പണിക്കായി ക്യൂവിനടുത്തായി വിരിക്കുക. ഹെഡറുകളും സ്ട്രക്ചറുകളും ഉപയോഗിച്ച് മാറി മാറി ഇഷ്ടികകൾ ഇടുക. ജോലി സ്ഥലത്ത് ഇഷ്ടികകൾ കൂട്ടിച്ചേർക്കുക. മോർട്ടാർ ഇളക്കുക. മോർട്ടാർ പാൻ ലോഡ് ചെയ്യുക. ആവശ്യമുള്ള നീളത്തേക്കാൾ നീളമുള്ള ഒരു ചോക്ക് ലൈൻ വരയ്ക്കുക. നേർരേഖയുടെ ഒരറ്റത്ത് 90 ഡിഗ്രി ആംഗിളിനായി ഒരു രേഖ അടയാളപ്പെടുത്തുക. ഒരു സ്ട്രക്ചർ ഉപയോഗിച്ച് മൂലയിൽ വയ്ക്കുക. തുടർച്ചയായ ലംബസന്ധികൾ ഒഴിവാക്കാൻ ഓരോ കോഴ്സിലും ഒരു ഹെഡറും ഒരു സ്ട്രക്ചറും മാറി മാറി ഇടുക. ഇഷ്ടികയുടെ ഓവർലാപ്പ് നൽകുക. യൂണിഫോം ബെൻഡ് ജോയിന്റുകളും വെർട്ടിക്കൽ ജോയിന്റുകളും നൽകുക. ഇഷ്ടിക പണിക്കായി ക്യൂവിനടുത്തായി വിരിക്കുക. ആദ്യ കോഴ്സ് ഇട്ടതിനു ശേഷം പ്ലംബും ലെവലും കൂടാതെ
വിന്യാസവും പരിശോധിക്കുക. വെർട്ടിക്കൽ ജോയിന്റുകൾ ഒഴിവാക്കാൻ ക്യൂവിനടുത്തായി കോയിൻ ഹെഡർ വിരിക്കുക. ചുവരിന്റെ ഇടതറ്റത്ത് ഒരു ഇഷ്ടികയുടെ അറ്റത്ത് ആണി അമർത്തി ഒരു ലൈൻ അറ്റാച്ച് ചെയ്യുക. ഇഷ്ടികയുടെ മുകളിൽ വരി വലിച്ചിടുക. ഇഷ്ടികകളുടെ മുഖത്തേക്ക് തള്ളുക. ഇഷ്ടികയുടെ അരികിൽ നിന്ന് 2 mm ലൈൻ ശരിയായി സജ്ജീകരിച്ചു മുകളിലെ ഉപരിതലം ഇഷ്ടികയുടെ മുകൾ ഭാഗത്ത് തുല്യമാണെന്ന് ഉറപ്പാക്കുക. ലൈൻ ശരിയാക്കിയ ശേഷം ഗൈഡായി ലൈൻ ഉപയോഗിച്ച് ലീഡുകൾക്കിടയിലുള്ള ഇടം പൂരിപ്പിക്കുക. കെട്ടിടം പുനരാരംഭിക്കുന്ന നിർദ്ദിഷ്ട ഉയരത്തിലേക്ക് നയിക്കുകയും ലൈനിലേക്ക് മതിൽ നിറയ്ക്കുകയും ചെയ്യുന്നു. ശരിയായ ബോണ്ടിൻ ക്രമീകരണം ഉറപ്പാക്കുകയും ഇഷ്ടികയിൽ ശരിയായ ബോണ്ട് പാറ്റേൺ പിന്തുടരുകയും ചെയ്യുക. ശരിയായ ഉയരം ജോലി പരിശോധിക്കുക. സ്ക്വയർനെസ്, ലെവൽനെസ്, പ്ലംനെസ്, നേതൃത്വത്തിന്റെ വിന്യാസം വീണ്ടും പരിശോധിക്കുക. വർക്ക് പൂർത്തിയാകുമ്പോൾ ബ്രഷ് ചെയ്യുക. ഇൻസ്പെക്ഷൻ ചേംബർ ഇഷ്ടിക വവ്വാലുകൾ സിമന്റ്, മണൽ, വെള്ളം എന്നിവയുമായി സിമന്റ് കോൺക്രീറ്റ് മിക്സ് ചെയ്യുക. സിമന്റ് കോൺക്രീറ്റ്, സിമന്റ്, മണൽ, മൊത്തത്തിലുള്ള വെള്ളം എന്നിവയുമായി മിക്സ് ചെയ്യുക. ഇൻസ്പെക്ഷൻ ചേംബറിനുള്ളിൽ സിമന്റ് മോർട്ടാർ അടിത്തറയിലേക്ക് കൂട്ടിച്ചേർക്കുക. രൂപീകരണ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചാനലിംഗും ബെഞ്ചിങ്ങും ഉണ്ടാക്കുക. ചാനൽ ഉപയോഗിച്ച് കവറുകൾ നൽകുകയും മുകളിൽ ഇഷ്ടിക ബാറ്റ് സിമന്റ് മോർട്ടാർ ഉപയോഗിച്ച് 45 ഡിഗ്രി ചെരിവ് ബെഞ്ചിങ് ഉണ്ടാക്കുകയും ചെയ്യുക. മാൻഹോളിൻ അഗ്രിഗേറ്റുമായി സിമന്റ് കോൺക്രീറ്റ് മിക്സ് ചെയ്യുക. മാൻഹോളിന്റെ ഉള്ളിൽ സിമന്റ് കോൺക്രീറ്റ് സ്ഥാപിക്കുക. ഒപ്പം രൂപീകരണ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചാനലിംഗ് ബെഞ്ചിങ് നൽകുക. ആഴത്തിലുള്ള മാൻഹോളുകൾക്ക് ഓടകൾ നൽകുക. മാൻഹോളുകൾക്ക് 3 തരത്തിലുള്ള CI കവറുകൾ ലഭ്യമാണ്. മാൻഹോളുകളുടെ മുകളിൽ ഒരു ചാനൽ കൊണ്ട് മൂടുക. മഴവെള്ളം മാൻഹോൾ ചേംബറിലേക്ക് കയറുന്നത് തടയാൻ ഒരു ചെരിഞ്ഞ കവർ നൽകുക. ഇലക്ട്രിക് ടൂളുകൾ ഉപയോഗിച്ച് മതിൽ മുറിക്കാൻ നമുക്കിപ്പോൾ പഠിക്കാം. ഈ ടാസ്കിന്റെ അവസാനത്തോടെ നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. പോർട്ടബിൾ ആൻഡ് ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ദ്വാരങ്ങൾ ഉണ്ടാക്കുക. പരന്നതും കൂർത്തതുമായ ഒരു തണുത്ത ഉളി ഉപയോഗിച്ച് ഇഷ്ടിക വാൾ മുറിക്കുക. പ്ലംബിംഗ് ഫർണിച്ചറുകൾക്കായി ദ്വാരങ്ങൾ ഉണ്ടാക്കുക. പ്ലാസ്റ്റർ ദ്വാരങ്ങളും ചേസുകളും ഫിൽ ചെയ്യുക. ഇതിനായി ആവശ്യമായ ഉപകരണങ്ങളും വസ്തുക്കളും: പോർട്ടബിൾ ഹാൻഡ് ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീൻ 1, പോർട്ടബിൾ ചേസ് മെഷീൻ 1, വുഡൻ ഫ്ലോട്ട് 1, മോർട്ടാർ പാൻ 1, മേഷൻ ട്രോവെയിൽ 1, ബോൾ പീൽ ഹാമർ 1, കോൾഡ് ഫ്ലാറ്റ് ചീസലും പോയിന്ററും 1, സ്പിരിറ്റ് ലെവൽ 1, റോൾ ജമ്പർ 1, സ്ട്രെയിറ്റ് എഡ്ജ് 1, വോൾ ജമ്പർ 1, പ്ലം ബോം 1, സിമന്റ് ആവശ്യത്തിന്, മണൽ ആവശ്യത്തിന്, അഗ്രിഗേറ്റ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്, പൈപ്പുകൾ ആവശ്യത്തിന്, ക്ലാബുകൾ ആവശ്യത്തിന്, സ്ക്രൂകൾ ആവശ്യത്തിന്, പ്ലഗ് വുഡ് ആവശ്യത്തിന്, MS റോഡ് ആവശ്യത്തിന്. ഇപ്പോൾ ഒരു ഇഷ്ടിക മതിൽ മുറിച്ച് പൈപ്പുകൾ ഘടിപ്പിക്കുന്നത് നോക്കാം. ഒരു ചേസിംഗ് മെഷീൻ ഉപയോഗിച്ച് ഇഷ്ടിക ചുവരിൽ ചേസ് മുറിക്കുക. ഒരു ഫ്ലാറ്റിംഗ് കോൾഡ് ചീസൽ ഉപയോഗിച്ച് ഇഷ്ടിക ചുവരിലെ ബോക്സ് ഹോൾ മുറിക്കുക. ഒരു മതിൽ ജമ്പർ ഉപയോഗിച്ച് ഒരു ദ്വാരം ഉണ്ടാക്കുക. ക്ലാബുകൾ ശരിയാക്കാൻ മതിലിറുകിയ പ്ലഗുകൾക്കായി ദ്വാരങ്ങൾ ഉണ്ടാക്കുക. പോർട്ടബിൾ ഹാൻഡ് ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഒരു ദ്വാരം ഉണ്ടാക്കുക. സമ്പന്നമായ സിമന്റ് മോർട്ടാർ ഉപയോഗിച്ച് ചേസുകൾ നിറയ്ക്കുക. സിമന്റ് മോർട്ടാർ ഉപയോഗിച്ച് ദ്വാരങ്ങൾ നിറയ്ക്കുക. സിമന്റ് മോർട്ടാർ ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്യുക. ഒരു സ്ട്രെയിറ്റ് എഡ്ജും വുഡൻ ഫ്ലോട്ടും ഉപയോഗിച്ച് നിരപ്പാക്കുക. സ്പിരിറ്റ് ലെവലും പ്ലം ബോംബും ഉപയോഗിച്ച് ലെവൽ പരിശോധിക്കുക. ഇവയെല്ലാം എങ്ങനെയെന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ബോണ്ട് ഉപയോഗിച്ച് 23 സെന്റിമീറ്റർ കട്ടിയുള്ള ഒരു കോർണർ മതിൽ ഇടുക. ഇൻസ്പെക്ഷൻ ചേംബറിനും മാൻഹോളിനുമുള്ള ബെഞ്ചും ചാനലും. ഒരു ചാനൽ ഉപയോഗിച്ച് ഒരു കവർ ശരിയാക്കി ചെരിവ് നൽകുന്നു. പോർട്ടബിൾ ഹാൻഡ് ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഹോളുകൾ ഉണ്ടാക്കുക. ഫ്ലാറ്റും പോയിന്ററും ആയ കോൾഡ് ചീസൽ ഉപയോഗിച്ച് ഒരു ഇഷ്ടിക മതിൽ മുറിക്കുക. പ്ലംബിംഗ് ഫർണിച്ചറുകൾക്കായി ഹോളുകൾ ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.